പശ്ചാത്തല സൗകര്യ വികസനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. പൊതുജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാർ 5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന അടൂർ PWD 3 നില കോംപ്ലക്സിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പൊതുമരാമത്ത് വകുപ്പിനെ ജനകീയമായി നിലനിർത്തുന്നത് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനമാണെന്ന് മന്ത്രി പറഞ്ഞു. പ്രവൃത്തികൾ സുതാര്യവും ഗുണമേന്മയുള്ളതുമാണെന്ന് ഉറപ്പാക്കലാണ് പ്രധാനം. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വകുപ്പിന്റെ നിരത്ത് കെട്ടിട വിഭാഗങ്ങൾ ഒരു കുടക്കീഴിലാകും. ഇതോടെ കൂടുതൽ കാര്യക്ഷമമായ സേവനം ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. അടൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ വിവിധ വിങ്ങുകൾ ഒരു കുടക്കീഴിൽ വരാൻ വേണ്ടി പോകുന്നു. പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് കെട്ടിട വിഭാഗങ്ങൾ ഏകീകരിച്ച് ഒരു കെട്ടിട സമുച്ചയത്തിന്റെ ഭാഗമാവുകയാണ്. 3 നിലയുള്ള ഒരു PWD കോംപ്ലക്സ് ആണ് ഇവിടെ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നത്. അടൂർ PWD കോംപ്ലക്സിന്റെ നിർമ്മാണ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീൽഡ് വകുപ്പുകളിൽ ഒന്നാണ് പൊതുമരാമത്ത് വകുപ്പ്. നിരത്ത് പരിപാലനം, പാലങ്ങൾ, കെട്ടിടം, ദേശീയപാത, ഡിസൈൻ, ആർക്കിടെക്ചർ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, KSTP, KRFP, PMU, RIC, RBDCK, കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എന്നീ വിങ്ങുകളും KHRI എന്ന ഗവേഷണ സ്ഥാപനവും ഉൾപ്പെടെ വ്യാപിച്ചു കിടക്കുന്നതാണ് പൊതുമരാമത്ത് വകുപ്പ്. ചടങ്ങിൽ അധ്യക്ഷനായ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അടൂർ PWD റെസ്റ്റ് ഹൌസിൽ ശിലാഫലക അനാച്ഛാദനം നിർവഹിച്ചു. അടൂർ നഗരസഭാ ചെയർപേഴ്സൺ ദിവ്യ റജി മുഹമ്മദ്, കൗൺസിലർമാർ, മുൻ ചെയർമാൻ D. സജി, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ PB ഹർഷകുമാർ, സംസ്ഥാന പിന്നാക്ക വികസന കോർപ്പറേഷൻ ഡയറക്ടർ TD ബൈജു, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ നവജാത ശിശുവിന് വൈകല്യങ്ങളുണ്ടായ സംഭവത്തിൽ 4 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തു. ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റുമാരായ 2 ഡോക്ടർമാർക്കും സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാർക്കെതിരെയുമാണ് സൗത്ത് പോലീസ് കേസെടുത്തത്. ആലപ്പുഴ സ്വദേശികളായ ദമ്പതികളുടെ പരാതിയിലാണ് നിയമ നടപടി. ആലപ്പുഴ ലജ്നത്ത് വാർഡ് നവറോജി പുരയിടത്തിൽ സുറുമി അനീഷ് ദമ്പതികളുടെ നവജാത ശിശുവിന് ഗുരുതര വൈകല്യങ്ങളുണ്ടായ സംഭവത്തിലാണ് 4 ഡോക്ടർമാർക്കെതിരെ പോലീസ് കേസെടുത്തത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ പുഷ്പ, ഡോക്ടർ ഷേർലി എന്നിവർക്കും ശങ്കേഴ്സ്, മിഡാസ് ഹെൽത്ത് കെയർ എന്നീ സ്കാനിംഗ് സെന്ററുകളിലെ 2 ഡോക്ടർമാർക്കെതിരെയുമാണ് കേസ്. ഗർഭകാലത്ത് ആലപ്പുഴയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലാണ് സുറുമി ചികിത്സ തേടിയിരുന്നത്. ഈ കാലയളവിൽ പലതവണ സ്കാൻ ചെയ്തിട്ടും ഗർഭസ്ഥ ശിശുവിന്റെ വൈകല്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. നവംബർ 2-ന് പ്രസവ ശസ്ത്രക്രിയ കടപ്പുറം ആശുപത്രിയിൽ നിശ്ചയിച്ചിരുന്നുവെങ്കിലും പ്രശ്നങ്ങളുള്ളതിനാൽ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. കുട്ടിയുടെ വൈകല്യം അവിടുത്തെ ഡോക്ടർമാരാണ് തിരിച്ചറിഞ്ഞത്. തുടർന്ന് സിസേറിയൻ നടത്തി കുട്ടിയെ പുറത്തെടുക്കുകയായിരുന്നു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് കുട്ടിക്കുള്ളത്. കുഞ്ഞിന്റെ ഫർദർ ട്രീറ്റ്മെന്റിന് ആസ്റ്റർ മെഡിക്കൽ കോളേജ് എറണാകുളത്തോ അല്ലെങ്കിൽ അമൃതയിലോ പോകാനാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞിന്റെ നിലവിലെ പ്രശ്നങ്ങൾ ഹാർട്ടിന് പ്രശ്നമാണ്, കണ്ണിന് പ്രശ്നമാണ്, കാലിന് പ്രശ്നമാണ്, ജനനേന്ദ്രിയത്തിന് പ്രശ്നമാണ്, കൈക്ക് പ്രശ്നമാണ്, ശ്വാസകോശത്തിന് പ്രശ്നമാണ്, വായ്ക്ക് പ്രശ്നമാണ്, ചെവിക്ക് പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ സാഹചര്യം ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടാണ് ട്രീറ്റ്മെന്റിന് പറഞ്ഞിരിക്കുന്നത്. ഈ സാധാരണക്കാരനായ എന്നെ കൊണ്ട് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റിന് മുന്നോട്ട് പോകാൻ സാധിക്കുകൊണ്ട് ഉള്ളതല്ല. അതിനുള്ള പരിഹാരം എന്താന്ന് വെച്ചാൽ സർക്കാർ ഈ കുഞ്ഞ് ഇങ്ങനെ ആകാനായിട്ടുള്ള അനാസ്ഥയായ ആരാണോ കാരണക്കാർ അവരാണ് ഇതിന് എനിക്ക് പരിഹാരം കണ്ടെത്തി തരേണ്ടത്. ഈ വനിതാ ശിശുഭവൻ ആശുപത്രിയിൽ നിന്നും ഈ സ്കാനിങ് സെന്ററിലെ റിപ്പോർട്ടും വെച്ച് ഞാൻ എവിടം വരെയാണ് പോകേണ്ടത് എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ പോകും. അതേസമയം നവജാത ശിശുവിന്റെ വൈകല്യം നേരത്തെ കണ്ടെത്തിയില്ലെന്ന ആരോപണത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നവജാത ശിശുവിന് ഗുരുതര വൈകല്യങ്ങൾ ഉണ്ടായ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, കുട്ടിയുടെയും മാതാവിന്റെയും തുടർ ചികിത്സ സർക്കാർ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. പ്രവർത്തകരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി.
മുസ്ലിം ലീഗ് അമ്പലപ്പുഴ മണ്ഡലം പ്രസിഡന്റും ആശുപത്രി വികസന സമിതി അംഗവുമായ AM നൌഫലിന്റെ നേതൃത്വത്തിലാണ് ഉപരോധം നടത്തിയത്. ഇവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് SM അസ്ലം, ടൗൺ ജനറൽ സെക്രട്ടറി AK ഷിഹാബുദ്ദീൻ, വനിതാ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ബീന കൊച്ചുബാവ, യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബി കാസിം, MM സിറാജ്, ഷുഹൈബ് അബ്ദുള്ള തുടങ്ങിയവർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെൽ കർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ അനിശ്ചിതകാല നിരാഹാര സമരം ശക്തമായി തുടരുന്നു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരവധി നേതാക്കൾ സമരപന്തലിൽ എത്തിച്ചേർന്നു. വൃശ്ചിക വേലിയേറ്റം തടയാൻ തണ്ണീർമുക്കം ഷട്ടർ റെഗുലേറ്റ് ചെയ്യുക, കേന്ദ്രം 4 വർഷമായി വർദ്ധിപ്പിച്ച MSPയും സംസ്ഥാന പ്രൊഡക്ഷൻ ഇൻസെന്റീവ് ബോണസും അടക്കം നെല്ലുവില കിലോയ്ക്ക് 32 രൂപ 52 പൈസയാക്കുക, ഹാൻഡിലിംഗ് ചാർജ് സർക്കാർ നൽകുക, കിഴിവ് സമ്പ്രദായം അവസാനിപ്പിക്കുക, പമ്പിംഗ് സബ്സിഡി കുടിശ്ശിക നൽകുക, മടവീഴ്ച നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. നെൽകർഷക സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്ങുന്ന്, വൈസ് പ്രസിഡന്റ് ലാലിച്ചൻ പള്ളിവാതുക്കൽ എന്നിവരാണ് നവംബർ 26 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരമനുഷ്ഠിക്കുന്നത്. കളക്ടറേറ്റ് പടിക്കൽ ശക്തമായ സമരം തുടരുമ്പോൾ നിരവധി നേതാക്കളാണ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വ്യാഴാഴ്ച സമരപ്പന്തലിൽ എത്തിച്ചേർന്നത്. ഐക്യദാർഢ്യ സമ്മേളനം NKSS രക്ഷാധികാരി സാം ഈപ്പൻ ഉദ്ഘാടനം ചെയ്തു. ക്രിസ് ഡയറക്ടർ ഫാദർ തോമസ് താന്നിയാത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഈ കർഷകന് ആവശ്യമായി ലഭിക്കുവാനായിട്ട് എല്ലാ കാലവും നമ്മൾ കൈനീട്ടി നിൽക്കേണ്ടി വരും. ഒരു സുപ്രഭാതത്തിൽ 5, 6, 8, 10 വർഷം കഴിയുമ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന കർഷകൻ പോലും, അല്ലെങ്കിൽ ഇന്ന് കൃഷി ചെയ്യുന്ന കർഷകൻ പോലും ഈ കുട്ടനാട്ടിലെ കൃഷിയിൽ നിന്ന് പിൻവാങ്ങുകയും ഈ കാർഷിക നിലകളും മറ്റും കുത്തക മുതലാളിമാർക്ക് തീർന്നെഴുതി കൊടുക്കാനായിട്ടുള്ള ഒരു നിഗൂഢ ശ്രമങ്ങൾ ഈ കാലഘട്ടത്തിലെ അധികാരികളുടെ ഭാഗത്തുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. കാരണം ഈ നിഗൂഢ ശ്രമങ്ങൾ വഴി കാലാകാലങ്ങളിൽ ഈ കർഷക രംഗത്ത് പ്രവർത്തിക്കുന്ന കർഷകർ ഇതിൽ പിൻവാങ്ങുകയും ഈ ഏക്കർ കണക്ക് വരുന്ന കാർഷിക വിളകൾ കുത്തക മുതലാളിമാർക്ക് തീർന്നെഴുതി കൊടുക്കുമ്പോൾ അധികാരികളുടെയും ഭരണവർഗങ്ങളുടെയും ഇച്ഛയ്ക്ക് ഒഴുകുന്ന അവർക്ക് വേണ്ടിയിട്ട് കൊഴുകൂട്ടുന്ന ഒരു കുത്തക മുതലാളിമാർ ഈ രംഗത്തെ കടന്നു വരികയും ചെയ്യുമ്പോൾ കർഷകൻ എല്ലാ കാലവും പട്ടിണിയിൽ തന്നെ നിൽക്കേണ്ട അവസ്ഥയുണ്ട്. ക്രിസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സോണി പള്ളിച്ചിറയിൽ, NSS കുട്ടനാട് താലൂക്ക് യൂണിയൻ പ്രതിനിധികൾ, BJP ദക്ഷിണ മേഖലാ പ്രസിഡന്റ് K സോമൻ, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ഉന്നതാധികാര സമിതി അംഗം നൈനാൻ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. NKSS ഭാരവാഹികളായ VJ ലാലി, PR സതീശൻ, കൃഷ്ണപ്രസാദ്, ജോസ് കാവനാട് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിഫറന്റ്ലി ഏബിൾസ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് പടിക്കൽ മാർച്ചും ധർണയും നടത്തി. H സലാം MLA സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യക്ഷേമ പെൻഷൻ കാലോചിതമായി വർദ്ധിപ്പിച്ച് ഭിന്നശേഷിത്വത്തിൻ്റെ തോതനുസരിച്ച് സാമൂഹ്യക്ഷേമ പദ്ധതിയിൽ നിന്നും മാറ്റി ഭിന്നശേഷിക്കാർക്ക് മാത്രമായി പ്രതിമാസ അലവൻസാക്കി നൽകുക, ആശ്വാസകിരണം പദ്ധതിയിലെ ന്യൂനതകൾ പരിഹരിച്ച് തുക വർദ്ധിപ്പിച്ച് അർഹരായ മുഴുവൻ പേരെയും ഉൾപ്പെടുത്തി പ്രതിമാസ കെയർ ഗിവേഴ്സ് അലവൻസായി അനുവദിക്കുക, ഭിന്നശേഷി വ്യക്തികൾക്ക് അവകാശങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിന് വ്യക്തിഗത വരുമാനം പരിഗണിക്കുകയോ അല്ലെങ്കിൽ കുടുംബ വാർഷിക വരുമാന പരിധി കുറഞ്ഞത് 5 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കുകയോ ചെയ്യുക, നിരാമയ ഇൻഷുറൻസ് പ്രീമിയം സർക്കാർ അടയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കേരളത്തിലെ മാനേജ്മെന്റ് സ്കൂളുകൾ, എയ്ഡ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അധ്യാപക നിയമനത്തിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നിശ്ചയിക്കപ്പെട്ട നിയമനം നൽകിയതിനു ശേഷം മാത്രമേ മറ്റ് നിയമനം അംഗീകരിക്കൂ എന്ന, ഒരുപക്ഷെ ഇതിനു മുമ്പ് അങ്ങനെ ഒരു ഗവൺമെന്റ് സ്വീകരിക്കാത്ത പോലെയുള്ള ഏറ്റവും കർശനമായ നിലപാട് സ്വീകരിച്ചു. ആ സ്വീകരിച്ചതിന്റെ ഭാഗമായി കഴിഞ്ഞ വിദ്യാഭ്യാസ വർഷം ഏതാണ്ട് കേരളത്തിലെ ഏതാണ്ട് എല്ലാ എയ്ഡ് സ്ഥാപനങ്ങളും ഭിന്നശേഷി നിയമനം നൽകുകയും ആ നൽകിയ രേഖാപരമായ പേപ്പർ കൊടുത്താൽ മാത്രമേ അവിടെയുള്ള മറ്റ് നിയമനങ്ങൾക്ക് അംഗീകാരം കിട്ടൂ എന്ന നിലപാട് സ്വീകരിക്കപ്പെടുകയും ചെയ്തു. ഏത് ഓഫീസിലും ഏത് സ്ഥാപനത്തിലും കടന്ന് എത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള സൗകര്യമൊരുക്കിയായിരിക്കണം അതെല്ലാം നിർമ്മിക്കേണ്ടത് എന്നത് കേവലമായൊരു നിർദ്ദേശം മാത്രമായിട്ടല്ല. ആ പ്ലാൻ അപ്രൂവൽ ആവണമെങ്കിൽ, അതിന് അംഗീകാരം കിട്ടണമെങ്കിൽ അത് പാലിച്ച് മാത്രമേ അത് അംഗീകാരം കിട്ടുന്ന രീതിയിലുള്ളൂ. ജില്ലാ കേന്ദ്രങ്ങളിലും സെക്രട്ടേറിയറ്റിന് മുന്നിലും സമരം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലിലും DAWF പ്രവർത്തകർ ശക്തമായ പ്രതിഷേധ സമരം നടത്തിയത്. ധർണായോഗത്തിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് ഹരിപ്പാട് രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി ഹരികുമാർ പൂങ്കോയിക്കൽ,
ട്രഷറർ എസ് ഉദയനൻ, വൈസ് പ്രസിഡന്റ് ഗിരീഷ് പ്രഭാകരൻ, മറ്റു ഭാരവാഹികളായ ബൈജു മണ്ണഞ്ചേരി, പ്രസന്ന ജയൻ, ഷംനാഥ്, തുളസി എന്നിവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി പട്ടണത്തിലെ പ്രധാനപ്പെട്ട 2 റോഡുകളായ രാജേശ്വരി ജംഗ്ഷൻ ബൈപ്പാസ് റോഡിന്റെയും മന്നം റോഡിന്റെയും ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പൈപ്പ് ലൈൻ ഇടുന്നതിന് കുഴിയെടുത്തിട്ട് പിന്നീട് റോഡ് നിരപ്പാക്കാത്തതുമൂലം വാഹനങ്ങൾ കേടാകുന്നതും അപകടത്തിൽപ്പെടുന്നതും ഇവിടെ പതിവാണെന്നും പരാതിയുണ്ട്. പെരുന്ന കിഴക്ക് മേഖലയിലെ താമസക്കാരും ചങ്ങനാശ്ശേരി പട്ടണത്തിലൂടെ കടന്നുപോകുന്ന യാത്രക്കാരും പ്രധാനമായും ആശ്രയിക്കുന്ന റോഡുകളാണ് മന്നം റോഡും രാജേശ്വരി ജംഗ്ഷൻ ബൈപ്പാസ് റോഡും. മന്നം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും യാതൊരു പരിഹാരവും കാണാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു. രാജേശ്വരി ജംഗ്ഷൻ ബൈപ്പാസ് റോഡാണ് പൈപ്പ് ലൈൻ ഇടുന്നതിനായി വെട്ടിപ്പൊളിച്ചിട്ട് പിന്നീട് നേരെയാക്കാത്തത് മൂലം തകർന്നു കിടക്കുന്നത്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ചങ്ങനാശ്ശേരി പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 റോഡുകളിലൊന്നാണ്. അതായത് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് തന്നെ AC റോഡ് ജംഗ്ഷനിൽ നിന്ന് വരുന്ന വണ്ടികൾ ബൈപ്പാസിലോട്ട് പോകാൻ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ റോഡുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുപരി ഈ മേഖലകളിലെ ഈ 4-5 റെസിഡൻസ് മേഖലകളിലെ എല്ലാ ആൾക്കാരും ദൈനംദിനം എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട റോഡുകൾ ഇത് തകർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. മന്നം റോഡിൻ്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് വളരെ നാളുകളായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ തന്നെ വന്നെടുത്തിട്ടുണ്ട്. ഈ ഭക്തപ്രിയൻ ക്ഷേത്രത്തിന് ചുറ്റും തകർന്നു കിടക്കുന്ന റോഡുകൾ. ഈ രാജേശ്വരി ജംഗ്ഷൻ്റെ അവിടുത്തെ റോഡുകൾ ഈയിടെ പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി കുഴിച്ചതാണ്. പൈപ്പ് ലൈനിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നാട്ടുകാർ ആ കഷ്ടങ്ങൾ സഹിക്കാൻ ഞങ്ങൾ തയ്യാറായി. പക്ഷേ ഇപ്പം കാലങ്ങളായി, മാസങ്ങളായി നമ്മൾ ടാർ ചെയ്ത് തരണമെന്നോ കോൺക്രീറ്റ് ചെയ്തോന്നും തന്നില്ലെങ്കിൽ ഈ കുഴിച്ചവരവിടെ ഒന്ന് നിരപ്പാക്കിയിടാനുള്ള ഒരു മര്യാദ കാണിച്ചിട്ടില്ല. നഗരസഭയിൽ പറയുമ്പോൾ അവർ വാട്ടർ അതോറിറ്റിയെ പഴിചാരുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് ജനജീവിതത്തിൻ്റെ ഉള്ള ഉത്തരവാദിത്വം നഗരസഭയ്ക്കുണ്ട്. നഗരസഭ അത് എടുക്കണം. വാട്ടർ അതോറിറ്റിയുമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ ഏറ്റവും സങ്കടകരമായ കാര്യം ഇതിലും പ്രാധാന്യം കുറഞ്ഞ പല റോഡുകളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം കാണിക്കുമ്പോൾ ഈ റോഡുകളുടെ കാര്യത്തിൽ കാണിക്കുന്നില്ല. റോഡിൻ്റെ ഒരു വശം പൂർണ്ണമായും തകർന്നു കിടക്കുന്നതിനാൽ റോഡിൻ്റെ വീതി കുറഞ്ഞു പോയ സ്ഥിതിയാണുള്ളത്. റോഡിലുടനീളം കുഴിയും കൂനയുമായതിനാൽ ഇതിലെ കടന്നു പോകുന്ന വാഹനങ്ങൾ നിരന്തരം അപകടത്തിൽപ്പെടുന്നതായും കേടാകുന്നതായും പരാതിയുണ്ട്. എൻ്റെ ഒരു പുതിയ വണ്ടി, അതേ പുറകെ കാണുന്ന ആ വണ്ടി പുതിയ വണ്ടി എടുത്തതാണ്. അതിപ്പം ഫ്രണ്ട് പണി കാര്യങ്ങൾ 4000 രൂപ, ഈയിടെ തന്നെ 4000 രൂപ പുത്തൻ വണ്ടിക്ക് മുടക്കിയതേ ഉള്ളൂ. ഈ റോഡ് കുണ്ടും കുഴിയായിട്ട് കിടന്ന് നമുക്കൊന്ന് നിരപ്പാക്കി കിട്ടിയാൽ മതി. ടാർ ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നില്ല. ആ എഡ്ജുകൾ, വണ്ടിയുടെ എഡ്ജ് വന്ന് 2 വീലറുകൾ മറിഞ്ഞ് വീഴുക. ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് 3-4 വണ്ടികൾ അവിടെ മറിഞ്ഞ് വീണിട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ കവലയെന്നൊരു വണ്ടി വിളിച്ചാൽ ഈ അങ്ങോട്ട് ഓട്ടം വരത്തില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ കിടക്കുന്നതുകൊണ്ട് മാത്രം എല്ലാവരെയും കൊണ്ടുപോകുന്നത് മാത്രമേ ഉള്ളൂ. ഓട്ടോറിക്ഷയും സ്കൂൾ ബസ്സുകളുമൊക്കെ ഈ റോഡിലൂടെ കടന്നു വരാൻ മടിക്കുകയാണെന്ന് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ പറയുന്നു. ഇപ്പം ഏതെങ്കിലും ഒരു വണ്ടി വന്ന് സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല, മഴ പെയ്ത് നടക്കാൻ സ്ഥലമില്ല. പിന്നെ എൻ്റെ സ്കൂൾ ബസ് പോലും ഇവിടെ വരത്തില്ല. വരുവാണെങ്കിൽ ഞാനൊക്കെ കുറേ ദൂരെ ബൈപ്പാസ് റോഡിലൊക്കെ പോയിട്ടാണ് ഞാൻ ബസ് കയറുന്നത്. പിന്നെ ഇവിടെ കുണ്ടും കുഴി ആയതുകൊണ്ട് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകാനും പറ്റത്തില്ല. ഏതെങ്കിലും വണ്ടി വന്ന് വീണ്ടും നിന്ന് കുറേ നേരം എടുക്കും പോകാനും സൈഡ് കൊടുക്കാനും ഒക്കെ. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്ത് റെസിഡൻസ് അസോസിയേഷനുകൾ ശക്തമായ സമര പരിപാടികൾക്ക് തുടക്കം കുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വിപുലമായ ഉപ്പുശേഖരണം നടത്തി നഗരസഭയ്ക്കും വാട്ടർ അതോറിറ്റിക്കും നിവേദനം നൽകാനാണ് ആദ്യ തീരുമാനം. മത്സ്യകൃഷിയിൽ നിന്നും മികച്ച വരുമാനം പ്രതീക്ഷിച്ച കർഷകന് തിരിച്ചടിയായി വളർത്തു മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നു. നെടുമുടി പഞ്ചായത്ത് 3-ാം വാർഡ് ചേന്നങ്കരിയിലെ മത്സ്യകർഷകൻ ഷിജോ വർഗീസിനുണ്ടായത് 1.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ്. നെടുമുടി പഞ്ചായത്ത് 3-ാം വാർഡ് ആശാരുപറമ്പിൽ വീട്ടിൽ ഷിജോ വർഗീസ് കഴിഞ്ഞ 4 വർഷമായി മത്സ്യകൃഷി നടത്തുന്ന കർഷകനാണ്. ചേന്നങ്കരി പാലത്തിക്കാട് ക്ഷേത്രത്തിന് സമീപം നദിയിൽ തയ്യാറാക്കിയ കൂടുകളിലാണ് മത്സ്യകൃഷി. ഇത്തവണ 3000-ത്തോളം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. 8 മാസത്തോളം പ്രായമായ വിളവെടുക്കാറായ മത്സ്യങ്ങളാണ് കഴിഞ്ഞ 4 ദിവസമായി ചത്തുപൊങ്ങുന്നത്. പാടശേഖരങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന മലിനജലമാണ് ഇതിന് കാരണമെന്ന് ഷിജോ പറയുന്നു. വിൽപ്പനയ്ക്ക് പാകമായ 2500-ഓളം മീനുകൾ ഇതിനോടകം ചത്തുപൊങ്ങി. ഇത്തവണത്തെ ഈ കൃഷി എനിക്ക് വൻ പരാജയം എന്ന് പറഞ്ഞാൽ എനിക്ക് നഷ്ടമുണ്ടായി. ഏകദേശം 1,60,000 രൂപയോളം എനിക്ക് നിലവിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ കാണുന്ന തിലോപ്പിയ മത്സ്യം കൃഷി ചെയ്ത് എനിക്കൊരു 3000-ത്തിനടുത്ത് മീൻ എനിക്കിപ്പോൾ നിലവിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ നഷ്ടം ഉണ്ടാകാനുള്ള മെയിൻ കാരണം നമ്മുടെ പാടശേഖരങ്ങളിൽ നിന്ന് തള്ളുന്ന പുളിവെള്ളം എന്ന് വെച്ചാൽ പുളിവെള്ളം മീൻസ് കച്ചി ചീഞ്ഞ വെള്ളം ആറ്റിലേക്ക് തള്ളുകയും ഒഴുക്കില്ലാതെ വന്ന്
അങ്ങനെയാണ് എൻ്റെ മീൻ ചാകാനായിട്ടുള്ള കാരണം ഉണ്ടായത്. ഇതിപ്പോൾ എനിക്ക് പരിഹരിച്ചു പോവുക എന്ന് പറയുന്നത് വളരെ വിഷമസ്ഥിതി ഉള്ള ഒരു കാര്യമാണ്. എനിക്ക് ഈ 2 കൂടിനോട് ഏകദേശം എനിക്ക് 1,50,000 രൂപയ്ക്ക് കിടക്ക് 1,50,000 രൂപയോളം മുതൽ മുടക്കിയാണ് ഞാനിത് നിർമ്മിച്ചത്. ഇപ്പം 4 വർഷമായി ഈ പ്രസ്ഥാനം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കര ദുർഘടം പിടിച്ചൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഇത് നീർനായയുടെ ശല്യം ഭയങ്കരമാണ്. നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് ഇതിനെ കുഞ്ഞായിരുന്ന സമയത്ത് എടുത്ത് വളർത്തി വലുതാക്കി ഇത് ഇപ്പം ഞാനൊരു 10-50 കിലോ മീൻ നിലവിൽ വിറ്റിട്ടുണ്ടാവും. ചാക്കൊന്നിന് 1,600 രൂപ നിരക്കിൽ 1 മാസം 4 ചാക്ക് തീറ്റയോളം മത്സ്യകൃഷിക്കായി വേണ്ടി വരുന്നുണ്ട്. 2 കൂടുകളിലായിട്ടായിരുന്നു മത്സ്യകൃഷി. 3000-ഓളം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചെങ്കിലും ഇതുവരെ 50 കിലോയോളം മാത്രമേ വിൽക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഫിഷറീസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഇവർ അടുത്ത ദിവസം ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളതെന്നും ഷിജോ പറഞ്ഞു. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ ലാബ് സംവിധാനം ഒരുങ്ങുന്നു. ലാബിനായുള്ള കെട്ടിടം നിർമ്മിക്കുന്നിടത്തെ മണ്ണ് പരിശോധന ആരംഭിച്ചു. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ വകയിരുത്തിയാണ് ലാബിന്റെ നിർമ്മാണം. ലാബിന് പുറമെ വിദ്യാർത്ഥികൾക്കായുള്ള ലൈബ്രറി, വായനാമുറി തുടങ്ങിയവയും 2 നിലകളിലായി പൂർത്തിയാകുന്ന കെട്ടിടത്തിലുണ്ടാകും. പൊതുമരാമത്ത് വകുപ്പിനാണ് നിർമ്മാണ ചുമതല. സ്കൂൾ വളപ്പിലുണ്ടായിരുന്ന രാജമുദ്രയുള്ള പരമ്പരാഗത സ്കൂൾ കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. പഴയ സ്കൂൾ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനെതിരെ പ്രതിഷേധം ഉയർന്നെങ്കിലും സ്കൂളിന്റെ ഭാവി വികസനവും സ്ഥലപരിമിതിയും കണക്കിലെടുത്ത് കെട്ടിടം പൊളിച്ചു മാറ്റുകയായിരുന്നു. 200 വിദ്യാർത്ഥികളാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇവിടെയുള്ളത്. പഴയ കെട്ടിടത്തോട് ചേർന്നിരുന്ന ഓഡിറ്റോറിയത്തിലാണ് ഇപ്പോൾ ലാബ് പ്രവർത്തിക്കുന്നത്. PF പെൻഷനുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. KSRTCയിൽ ഉൾപ്പെടെ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യണമെന്നും സമരക്കാർ ആവശ്യമുന്നയിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് AM നസീർ ധർണ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാവുന്നതുപോലെ പെൻഷൻ പരിഷ്കരണം അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വന്നിട്ടു. അത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ തികഞ്ഞ അമാന്തമാണ് ഗവൺമെൻറ് നടത്തുന്നത്. അതുപോലെ തന്നെ DA കുടിശ്ശിക സ്വാഭാവികമായും നമുക്കറിയാം. ക്രമാനുഗതമായ വിലവർദ്ധനവ്, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായും കാലോചിതമായി ആ വിലവർദ്ധനനുസൃതമായി നൽകേണ്ടുന്ന ക്ഷാമബത്ത അത് കുടിശ്ശികയായി കിടക്കുകയാണ് വർഷങ്ങളായി. അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണത്തിൻ്റെ 4ാം ഗഡു പോലും നൽകിയിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിർത്തലാക്കിക്കൊണ്ട് ഇപ്പോൾ മറ്റൊരു സംവിധാനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാറ്റി പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനരാവിഷ്കരിക്കണമെന്ന ന്യായമായ ആവശ്യം ഈ സമരത്തിലൂടെ നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. പ്രതിസന്ധി ഒരുപാട് കാലോചിതമായി പരിഷ്കരിക്കേണ്ടതായിരിക്കും, കുറ്റമറ്റതാക്കേണ്ടതായിരിക്കും. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഹബീദ് മാസ്റ്റർ കായംകുളം അധ്യക്ഷനായിരുന്നു. പെൻഷനേഴ്സ് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി A മുഹമ്മദ് അലി, അമീർ മുല്ലാത്ത്, SM അസ്ലം, അബു പോളക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. കേരള NGO യൂണിയൻ കുട്ടനാട് ഏരിയ ജനറൽ ബോഡി യോഗം MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം ഹാളിൽ ചേർന്നു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PC ശ്രീകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. ആ കണക്ക് പുറത്തെ എന്ന് പറഞ്ഞൊരു വാക്കുപയോഗിച്ചത് ഇപ്പോഴും മാധ്യമങ്ങൾക്ക് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദിവസവും സുരേഷ് ഗോപി എന്താണ് മാധ്യമങ്ങളുടെ മുന്നിൽ വരുമ്പോൾ മാധ്യമ പ്രവർത്തകരെ അടക്കമുള്ള ആളുകളെ ഭംഗിയായി തെറിവിളിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ പുറത്തോട്ട് വരുന്നില്ല. നമ്മുടെ സോഷ്യൽ മീഡിയകളുടെ ഒക്കെ തന്നെ ലിങ്ക് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഒന്നും തന്നെ നമ്മളിടുന്ന ഒരു പോസ്റ്റുകളും വരികയില്ല. അവിടെയെല്ലാം ബുദ്ധിപരമായ ഇടപെടൽ ഈ പറയപ്പെടുന്ന ആളുകൾ നടത്തുകയാണ്. നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും പുറത്തേക്ക് വരുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ യൂണിയന്റെ ആണെങ്കിലും ഇടതുപക്ഷത്തിന്റെ ആണെങ്കിലും ഒക്കെ തന്നെ പോസ്റ്റുകൾ വരുന്നത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അപ്പൊ അവിടെയെല്ലാം തന്നെ വലിയൊരു ഇടപെടൽ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. കോർപ്പറേറ്റുകളും മാധ്യമങ്ങളും തമ്മിലുള്ള ഈ മോദി സർക്കാരും തമ്മിലുള്ള വലിയൊരു അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ഏരിയ പ്രസിഡന്റ് VA ഹഷീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഏരിയ സെക്രട്ടറി S കലേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബൈജു പ്രസാദ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K രാജ്കുമാർ, അബ്ദുൾ മനാഫ്, ഏരിയ വൈസ് പ്രസിഡന്റ് S സുബിമോൾ എന്നിവർ സംസാരിച്ചു.
SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ നേതൃത്വത്തിൽ നവംബർ 16-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച മാനവ സഞ്ചാരം ആലപ്പുഴ ജില്ലയിൽ വെള്ളിയാഴ്ച എത്തിച്ചേരും. മാനവിക സൗഹൃദം ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. പര്യടനത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് മാനവികതയുടെ സന്ദേശങ്ങൾ ഉയർത്തി സൗഹൃദ നടത്തം സംഘടിപ്പിക്കുമെന്ന് SYS ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെറുപ്പിനും വിദ്വേഷത്തിനും ധ്രുവീകരണത്തിനുമെതിരെ മനുഷ്യരുടെ കൂട്ടായ്മ തീർത്തുകൊണ്ട് സർഗാത്മക പ്രതിരോധം ഉയർത്തുകയാണ് മാനവ സഞ്ചാരത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് SYS ഭാരവാഹികൾ പറഞ്ഞു. മാനവിക സൗഹൃദം ഊട്ടിയുറപ്പിക്കാനും മാനവിക വിചാരങ്ങളെ ഉണർത്താനും ലക്ഷ്യമിട്ട് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ നേതൃത്വത്തിൽ നവംബർ 16 ഡിസംബർ 1 കാലയളവിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിച്ചിട്ടുള്ള മാനവ സഞ്ചാരം സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മാനവ മൈത്രിയുടെയും പുതുചരിതം രചിച്ചുകൊണ്ട് പ്രയാണം തുടരുകയാണ്. വെറുപ്പിനും വിദ്വേഷത്തിനും ധ്രുവീകരണത്തിനുമെതിരെ മനുഷ്യരുടെ കൂട്ടായ്മ തീർത്തുകൊണ്ട് സർഗാത്മക പ്രതിരോധമുയർത്തുകയാണ് SYS മാനവ സഞ്ചാരത്തിലൂടെ. ഇതിന്റെ ഭാഗമായി ആലപ്പുഴ കല്ലുപാലം പരിസരത്ത് നിന്ന് ആരംഭിച്ച് മുല്ലയ്ക്കൽ തെരുവിലൂടെ നടന്ന് മുനിസിപ്പൽ ടൗൺ സ്ക്വയറിൽ സമാപിക്കും വിധമാണ് സൗഹൃദ നടത്തം സംഘടിപ്പിക്കുക. മത, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിലുള്ളവർ സൗഹൃദ നടത്തത്തിൽ പങ്കുചേരും. വൈകിട്ട് 5 മണിക്ക് ടൗൺ സ്ക്വയറിൽ നടക്കുന്ന മാനവ സംഗമം മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. അബ്ദുൾ റഹീം സഖാഫി, സയ്യിദ് H. അബ്ദുൽ നാസിർ തങ്ങൾ, ഹുസൈൻ മുസ്ലിയാർ കായംകുളം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നവംബർ 16-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച മാനവ സഞ്ചാരം ഡിസംബർ 1-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ശൈശവ വിവാഹത്തിനെതിരെ പ്രതിജ്ഞയുമായി കോട്ടയം ജില്ലാ വനിതാ ശിശുക്ഷേമ വകുപ്പ് കേന്ദ്ര സർക്കാരിന്റെ ചൈൽഡ് മാരേജ് മുക്ത് ഭാരത് പദ്ധതി പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. കളക്ട്രേറ്റിൽ നടന്ന ചടങ്ങിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന P. ആനന്ദ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ടിജു റേച്ചൽ തോമസ്, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ CJ ബീന എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ സ്കൂളുകൾ, പോലീസ് സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലും ഇതേ പരിപാടിയുടെ ഭാഗമായി പ്രതിജ്ഞ ചൊല്ലി. ചമ്പക്കുളം 1256 നമ്പർ സർവീസ് സഹകരണ ബാങ്കിൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റു. UDF നേതൃത്വത്തിലുള്ള ജനാധിപത്യ സഹകരണ സംരക്ഷണ മുന്നണിയാണ് നവംബർ 23-ാം തീയതി നടന്ന തിരഞ്ഞെടുപ്പിൽ 9-ൽ 7 സീറ്റും നേടി LDF-ൽ നിന്നും ഭരണം തിരിച്ചുപിടിച്ചത്. സൊസൈറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ എബ്രഹാം AJ എതിരേറ്റിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. തുടർന്ന് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുമോദന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ഒരു ദിവസം സന്തോഷത്തിൻ്റെ ദിനമാണ്. കഴിഞ്ഞ വർഷം LDF-ൻ്റെ കൈകളിലായിരുന്നുവെങ്കിലും വർഷങ്ങളായി നമ്മുടെ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു ഈ ചമ്പക്കുളം സൊസൈറ്റി. തീർച്ചയായിട്ടും ഈ നമ്മുടെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച നമ്മുടെ ഈ സൊസൈറ്റിയുടെ വിജയത്തിന് വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഈ സമയം അവർക്ക് ഉള്ള അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും ഒക്കെ ഒരു ആശാ കേന്ദ്രമാണ് സൊസൈറ്റികൾ. ഇന്ന് നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ പല സൊസൈറ്റികളും അവരുടെ കൈകളിലാണ്. ആ കൈകളിൽ നിന്നും നമ്മൾ ഇത് തിരിച്ചു പിടിക്കുമ്പോൾ അവർക്കെതിരെ അല്ലെ അവരുടെ ആ ഭരണത്തിനെതിരെയുള്ള ഒരു വലിയ തിരിച്ചടി കൂടിയാണ് നമ്മുടെ സൊസൈറ്റികളുടെയൊക്കെ ഈ തിരിച്ചുവരവ്. കുട്ടനാട് സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോർജ് മാത്യു പഞ്ഞിമരം, ചമ്പക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സൈറിഷ് ജോർജ് ചാലൂത്ര, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ കൂരിപ്പുരയ്ക്കൽ, തങ്കച്ചൻ വാഴച്ചിറ, മുൻ ബാങ്ക് പ്രസിഡന്റുമാരായ ഉമ്മൻ ഫിലിപ്പ്, വർഗീസ് മാത്യു തുറവശ്ശേരി, കേരള കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് സണ്ണി കളത്തിൽ, DCC അംഗം ജോയിച്ചൻ ഒറ്റത്തൈക്കൽ, ഉഷ സുഭാഷ്, മറിയമ്മ ഫിലിപ്പ്, ഷാജി മുടന്താഞ്ചേരി, സുഭാഷ് തൈത്തറ, വിൽസൺ ചാക്കോപ്പടൂർ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7065 രൂപ, പവന് 56,520 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.